പല കാരണങ്ങളാൽ നമ്മുടെ മുടിയിലുള്ള കെരാറ്റിൻ കുറയുകയും അതുമൂലം മുടി ഡ്രൈ ആയി പൊട്ടിപ്പോകുക, മുടിയുടെ അറ്റം പിളരുക, മുടി കൊഴിഞ്ഞു പോകുക, മുടി വളരാതെ മുരടിച്ചു പോകുക, മുടി പെട്ടെന്ന് കേടുപാടുള്ളതായി തീരുക, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ഇങ്ങനെയുള്ള മുടിയെ പ്രകൃതിദത്തമായ രീതിയിൽ യാതൊരു പാർശ്വഫലവുമില്ലാത്ത വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറന്നു പോകണ്ട. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. വീട്ടിലിരുന്ന് കെരാറ്റിൻ ചെയ്യാനായി ആദ്യമായി വേണ്ടത് അരിയാണ്. 2 ടേബിൾ സ്പൂൺ പച്ചരി കഴുകിയെടുത്ത് 2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ഇത് 400 ml വെള്ളമുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് അരി വേവിച്ചെടുക്കാം. അരിയിട്ട് തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതുണ്ടാക്കാനായി ഏതുതരം പച്ചരി വേണേലും ഉപയോഗിക്കാം. അരിയിൽ അടങ്ങിയിരിക്കുന്ന പല വൈറ്റമിനുകളും മുടിക്കേറെ നല്ലതാണ്. ഇപ്പൊ അരി വെന്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് കൂട്ടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. അരിയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ മുടിവേരുകൾ ശക്തിപ്പെടുത്തി മുടികൊഴിച്ചിൽ തടയുന്നു, മുടിക്ക് തിളക്കവും മിനുസവും നൽകുന്നു, മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് മുടികൊഴിച്ചിലിൽ നിന്ന് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വരുത്തുന്നു. അരി നന്നായി വെന്ത് വെള്ളവും വറ്റി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല, തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം റൈസിൻ്റെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് റോബസ്റ്റ പഴമാണ്. ഇത് ഇത്രയും വേണ്ട, ഇതിൻ്റെ പകുതി എടുക്കാം. ഇതിലേക്ക് പാളയംതൊടൻ പഴമോ റോബസ്റ്റ പഴമോ പൂവമ്പഴമോ ഇതിലേത് വേണേലും ചേർക്കാം. പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ താരനകറ്റുന്നത് മുതൽ മുടിയുടെ കട്ടിയും ബലവും മെച്ചപ്പെടുത്താനും മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും മുടി നല്ല തിളക്കത്തോടെ ഇരിക്കാനും ഒക്കെ സഹായിക്കും. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലോട്ടാക്കി മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 200 ml വെള്ളമുണ്ട് ഇത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊരു ജെൽ രൂപമാകുന്നവരെ തിളപ്പിച്ചെടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലേ അടി പിടിക്കും. അപ്പോഴത്തേന് ഈ റൈസിൻ്റെ കൂടെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർക്കാം. മുട്ടയുടെ ഉണ്ണിയും കൂടെ ചേർക്കുന്നത് നല്ലത് തന്നെയാണ്. മുട്ടയുടെ ഉണ്ണി ചേർക്കുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും, അതുകൊണ്ട് ഞാനിത് ചേർക്കുന്നില്ല. മുട്ടയുടെ വെള്ള പ്രോട്ടീൻ്റെ കലവറയാണ്. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ബയോട്ടിനും പ്രോട്ടീനും മുടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടവയാണ്. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ മുടി വളർച്ച വേഗത്തിലാക്കുകയും മുടിയിഴകളെ കരുത്തുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു. അതുപോലെ മുടിവേരുകളെ ബലപ്പെടുത്തി മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നു. മുടിയിൽ ഈർപ്പം നിലനിർത്താനും നല്ല തിളക്കമുള്ളതാക്കി തീർക്കാനും സഹായിക്കുന്നു. ഇനി ഇത് ഇത്രയൊന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇതുപോലെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം, അല്ലെ റൈസൊക്കെ നമ്മുടെ മുടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഫ്ലാക്സ് സീഡ് തിളച്ച് വന്നപ്പോഴേക്കും ഇതൊരു ജെൽ രൂപത്തിലാകുന്നുണ്ട്. പെട്ടെന്ന് അടി പിടിക്കും, അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പണ്ടുകാലം മുതലേ ഉപയോഗിച്ചു പോരുന്ന ഒരു ഒറ്റമൂലിയാണ് ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡ് മുടി വളർച്ച വർദ്ധിക്കാനും മുടി കൊഴിച്ചിൽ കുറയാനും തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നല്ലൊരു മോയ്സ്ചറൈസ് കണ്ടീഷണറിങ് ആയി പ്രവർത്തിക്കാനും മുടി പൊട്ടിപ്പോകുന്നതും മുടിയുടെ തുമ്പ് പിളരുന്നതും ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഫ്ലാക്സ് സീഡ്. ഇതിൽ നിന്നുള്ള സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണമെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റിച്ചെടുക്കാതെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗവേ നിറയ്ക്കിയാൽ ഉടൻ തന്നെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായി പോകും. ഈ അരിച്ചെടുത്ത ഫ്ലാക്സ് സീഡിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ചുകൂടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് കിട്ടും. ഇപ്പോൾ ഇതിലേക്ക് ഇത്രയും ജെല്ലിൻ്റെ ആവശ്യമുള്ളൂ. ഫ്ലാക്സ് സീഡിൽ നമ്മൾ 1 കപ്പ് വെള്ളമായിരുന്നു ഒഴിച്ചത്. ഇപ്പോൾ ഇത് 1/4 കപ്പ് ജെല്ലായി വന്നിട്ടുണ്ട്. ഇനി ഈ ജെല്ല് നന്നായിട്ടൊന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ജെല്ലിപ്പം നന്നായി തണുത്തിട്ടുണ്ട്. തണുത്തപ്പോഴേക്കും നല്ലൊരു തിക്ക് ജെല്ലായി മാറിയിട്ടുണ്ട്. ഈ ഫ്ലാക്സ് സീഡ് ജെല്ലൂടെ ഈ അരച്ചു വെച്ചിരിക്കുന്ന റൈസിൻ്റെ മിക്സിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫ്ലാക്സ് സീഡിൽ മുടിക്കും തലയോട്ടിക്കും ആവശ്യമായ ധാരാളം പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. എക്സിമ, താരൻ, ചൊറിച്ചിൽ തുടങ്ങിയ തലയോട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫലപ്രദമാണ് ഫ്ലാക്സ് സീഡ്. ഇങ്ങനെ സ്കിൻ സംബന്ധമായ പ്രശ്നമുള്ളവർ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ. അതുപോലെ ഫ്ലാക്സ് സീഡിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ ഇയും കേടായ മുടികളെ നന്നാക്കാൻ സഹായിക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ കെരാറ്റിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുടിയിൽ തേച്ച് കൊടുക്കാം.
മുടിയിൽ തേക്കുന്നതിന് മുമ്പായി തന്നെ മുടിയിലെ ചെടയും കുരുക്കും ഒക്കെ കളഞ്ഞെടുക്കാം. അതുപോലെ മുടിയിൽ ഷാമ്പു ഒക്കെ ഇട്ട് അഴുക്ക് കളഞ്ഞ മുടിയായിരിക്കണം. മുടി വകഞ്ഞു മാറ്റി തലയോട്ടിയിലും മുടിയിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മുടിയുടെ അറ്റം വരെ നന്നായി തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറെങ്കിലും തലയിൽ വെച്ചതിന് ശേഷം വേണം കഴുകിക്കളയാൻ. കഴുകുമ്പോൾ സാധാരണ വെള്ളത്തിൽ വേണം കഴുകാൻ. തണുത്ത വെള്ളം പറ്റാത്തവർക്ക് തലയിൽ ചൂടുവെള്ളം ഒഴിക്കാതെ വെള്ളത്തിന്റെ തണുപ്പ് മാറ്റി വേണം കഴുകിക്കളയാൻ. ഉടൻ തന്നെ ഷാമ്പു ഇടാതെ 1 ദിവസത്തിന് ശേഷം ഷാമ്പു ഇട്ട് കഴുകുന്നതാണ് നല്ലത്. ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതായതുകൊണ്ട് തലയിൽ തേക്കാനും നല്ല സുഖമാ. മുടി കഴുകിക്കഴിഞ്ഞാലും മുടിയിലെങ്ങൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. ഇപ്പം മുടിയുടെ അറ്റം വരെ എല്ലായിടവും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കവറോ ഷവർ ക്യാപ്പോ ഇട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. ഞാൻ ഈ പാക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിയിട്ട് 1 ദിവസം കഴിഞ്ഞാണ് ഷാമ്പുവും കണ്ടീഷണറും ഇട്ടത്. അതിനുശേഷമുള്ള മുടിയാണിത്. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഈ പാക്ക് ഇടുന്നത് നല്ലതാണ്. ഇങ്ങനെ 1 2 മാസം കണ്ടിന്യൂ ആയി തേച്ച് കഴിഞ്ഞാൽ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ഈ പാക്കിന് കഴിയും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.